ചേച്ചി വീട് പൂട്ടിയിട്ടാണല്ലോ ഉള്ളേ. അയ്യോ, ഈ പിള്ളേര് ഇതെവിടെ പോയി? ദേവു, നീ ഫാത്തിമയെന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? അത് ശരിയാ, ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പോരടിച്ചപ്പോൾ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ആഷിക്ക് ഇവിടെ വന്നിരുന്നു എന്നല്ലേ നേരത്തെ ഫാത്തിമ വിളിച്ചപ്പോൾ പറഞ്ഞേ. ഞാനെന്ന് അവളെ വിളിച്ചു നോക്കട്ടെ. ഹലോ ഫാത്തിമ. ആ ദേവു, നിങ്ങൾ വീട്ടിലെത്തിയോ? ഇതാ ഇപ്പൊ വന്നു കയറിയല്ലോ. കുട്ടികളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാവരും അങ്ങോട്ട് വന്നിട്ടുണ്ടാവും അല്ലേ? എന്റെ ഉള്ളൂ. അപ്പൊ കുട്ടികൾ അവിടെ ഇല്ലേ? അല്ല, അപ്പൊ കുട്ടികൾ അവിടെ ഇല്ല. ഞാൻ കരുതി കുട്ടികളെല്ലാം അവിടെ തന്നെയുള്ളതെന്ന്. ആഷിയെ കൂട്ടാൻ വേണ്ടി ഞാൻ റസിയെ അങ്ങോട്ട് പറഞ്ഞയച്ചായിരുന്നു. ഇപ്പൊ അവളെയും കാണുന്നില്ല, സിയെയും വീട്ടിൽ കാണുന്നില്ല. ഇവരിതല്ലേ ഇത് എവിടെയുള്ളു പോയേ? സമയവും ലേറ്റ് ആയല്ലോ. ദേവു, എന്റെ കയ്യിൽ ആഷിക്കിന്റെ വേറെ ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നുമില്ല. ചിലപ്പോൾ ഇവിടെ അടുത്തുള്ള വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ അവർ പോയിട്ടുണ്ടെങ്കിലോ? നീ ഒന്ന് വിളിച്ചന്വേഷിക്കോ? ഇതാ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചന്വേഷിക്കാം. കുട്ടികൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ ഒന്ന് വിളിക്കണേ. ഞാൻ വിളിക്കാടോ. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ആ ശരി. എന്ത് പറ്റി മോളെ? എന്താ ആകെ ദേഷ്യം പിടിച്ച പോലെ? പിന്നെ ദേഷ്യം വരാതിരിക്കോ? അവർ ആഷിക്കിന്റെയും വീട്ടിലില്ല. ഫാത്തിമ ആഷിക്ക് എവിടെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നേ. അയ്യോ, അപ്പൊ കുട്ടികൾ എവിടെ പോയി? എനിക്കറിയില്ല അമ്മേ. ഞാൻ അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവരെല്ലാം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ? വീട്ടിൽ വരട്ടെ, എല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരിടത്തും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ നാട് ചോദിച്ചാൻ പോയിരിക്കുന്നു. സമയം 7 എന്നിട്ട് ഇതുവരെ എത്തിയില്ലല്ലോ അവര്. ചേച്ചി, അവർ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ എല്ലാം കൂടെ കളിക്കുന്നുണ്ടാവും. സമയം ലേറ്റ് ആയതൊന്നും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. കളിയുടെ തിരക്കിലായിരിക്കും. നീ അവരധികം സപ്പോർട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. വീട്ടിലേക്ക് ഇപ്പൊ ഇതെല്ലാം വരുമല്ലോ. 2 കിട്ടിയാൽ ഇതെല്ലാം പഠിക്കൂ. ഞാൻ ഇവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ പാരന്റ്സിനെ വിളിച്ചിട്ട് വരാം. അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കെന്തൊരു പേടി പോലെ. കുട്ടികൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാവോ? അമ്മ ടെൻഷൻ അടിക്കണ്ട, അവരിപ്പോ വന്നോളൂ. എന്തോ എന്റെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല. അയ്യോ, ഒരു പാട്ടില്ലേ കേട്ടെ? ദൈവമേ, അത് പ്രേതങ്ങളുടെ ഇൻട്രോ സോങ് അല്ലേ? അയ്യോ അമ്മ, പ്രേതോ? ദൈവമേ, പ്രേതോ? അങ്ങനെ എന്റെ ഇന്നത്തെ കാര്യം കുശാലായി. കുറെയായി ഞാൻ മനുഷ്യന്മാരുടെ രക്തം കുടിച്ചിട്ട്. അത് തീർക്കാനാണല്ലോ ഇന്ന് 3 ആൾ എന്റെ മുന്നിൽ നിരന്നു നിൽക്കുന്നേ. അയ്യോ ചേച്ചി, പ്രേതം നമ്മളെ കൊല്ലോ? നിക്കവിടെ. നിന്നില്ലെങ്കിൽ ഞാൻ ആദ്യം നിന്റെ ചോരയായിരിക്കും കുടിക്കുന്നേ. വർഷങ്ങളായി ഈ കാട്ടിൽ മനുഷ്യന്മാർ വന്നിട്ട്. എന്നിട്ടിപ്പോൾ എനിക്ക് കിട്ടിയ സുവർണാവസരം ഞാൻ വേണ്ടെന്ന് വെക്കുന്നതാണ് നിങ്ങൾ കരുതുന്നേ? ഇതെന്താ ചേച്ചി? മുകളിലോട്ടൊന്ന് നോക്കി. ഇതെന്താ, ഫ്രഞ്ച് ഫ്രൈസോ? ഇതെല്ലാം എന്താ? ദൈവം, ഇതെന്തല്ല ഇവിടെ സംഭവിക്കുന്നേ? ചേച്ചി, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞെടുത്ത് തിന്നട്ടെ. ഇവക്ക് വിശന്നിട്ട് വട്ടായോ? മുമ്പിലൊരു പ്രേതം നിൽക്കുന്നുണ്ട്. എവിടുന്നാന്നറിയാത്തൊരു ഫുഡും. ചേച്ചി, ഞാൻ ഒരെണ്ണം കഴിക്കട്ടെ പ്ലീസ്. നേരത്തെ ഒരു വലിയ ബൗളിൽ സൂപ്പ് വന്ന് ഓർമ്മയുണ്ടോ മോക്ക്? എന്നിട്ട് നീ അത് വയർ നിറച്ചും കുടിച്ചോ? ഹലോ, കുറച്ച് ബഹുമാനല്ലാവാ. ഞാൻ നിങ്ങളുടെ കുഞ്ഞമ്മയെന്നല്ല, പ്രേതാണ്. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. എനിക്കിപ്പോ ഫുഡാ വലുത്. ദൈവമേ, ഇവളുടെ വായ നാക്ക് വെച്ചിട്ട് ഇവള് വേഗം തന്നെ പടാവുന്ന തോന്നുന്നേ. എത്ര അഹങ്കാരം ഉണ്ടാവക്ക്. ഞാൻ നിന്നെ കാണിച്ചു തരാം. അതാരാ എന്നെ വിളിച്ചേ? ഇത് തലതിരിയനല്ലേ? നിങ്ങൾ എന്തെല്ലാം പറയുന്നേ? തലതിരിയനോ? തിരിതലേനോ? ഇവരെല്ലാം ആരാ? എടാ മായ, നീ ആയിരുന്നല്ലേ? മായനോ? അതേടാ, ഞാനും കേട്ടു. എനിക്കറിയില്ല. ഞാൻ ആ ചെറുതിന്റെ ചോര കുടിക്കാൻ പോവുകയായിരുന്നു. നീ എന്നൊരു കാര്യം ചെയ്, നീ പോയി അവരെ വിളിച്ചിട്ട് വാ. അതുവരെ ഇവരെ ഞാൻ നോക്കിക്കോളാം. അവൻ തിരിച്ചു വരുന്നത് വരെ എല്ലാരും അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം. ചിന്നു, എനിക്ക് തോന്നുന്നത് അത് തലതിരിയനും തിരിതലയും അല്ലാന്ന് തന്നെയാ. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. അവരെ ആരെയെങ്കിലും നമ്മൾ തനിച്ചായിട്ട് കണ്ടിരുന്നെങ്കിൽ നമ്മളെല്ലാം തലതിരിഞ്ഞ് നിൽക്കില്ലായിരുന്നോ? ഓ ശരിയാണല്ലോ. ഇവിടെ എന്തല്ലേ നടക്കുന്നേ? ആരാ അവരൊക്കെ? അത് ചേച്ചി, അവര് 2 കുട്ടിച്ചാത്തമാരാ. ഞങ്ങൾ കുറച്ചു ദിവസം മുമ്പ് അവരെ പരിചയപ്പെട്ടെ. ഉള്ള സകല വള്ളി നിങ്ങൾ അവർ പിടിക്കുന്നുണ്ടല്ലോ. 2ന്റെ എള്ളി നോക്കിയാട്ടെ. നിങ്ങൾ വന്നോ? ഇവരെല്ലാം കാണാൻ ഒരുപോലെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും കൺഫ്യൂഷൻ ആയി പോയേ. ദാ, ആ കുട്ടികളെ നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് ആ കുട്ടികളെ പരിചയമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണോ? കുട്ടികളെ, നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. നിങ്ങൾക്കിനി തിരിച്ചു പോകാം. സത്യാണോ?
എന്തായിരിക്കും പെട്ടെന്ന് ഞങ്ങളെ വെറുതെ വിടുന്നേ? എന്തേ നിനക്ക് രക്ഷപ്പെടണ്ടേ? അതല്ല ചേച്ചി, നമ്മളോട് ഇത്രയും നേരം ഇങ്ങനെയൊന്നല്ലല്ലോ ഇവര് പറഞ്ഞേ. നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് മറ്റൊന്നും കൊണ്ടല്ല. ഈ തലതിരിയന്റെയും തിരിതലന്റെയും അടികാരണ പ്രശ്നമുണ്ടായത് നിങ്ങൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല. ഈ കാട്ടിലെ സകലമാന പ്രേതങ്ങളും ഭൂതങ്ങളും ചാത്തന്മാരും എല്ലാം ഇവരുടെ വഴക്ക് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാളും രണ്ടു വഴിക്കായിരുന്നത് കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇത്രയും നാൾ തലകീഴായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ കഠിനമായി പരിശ്രമിച്ചിട്ട് മാറാതിരുന്ന ഇവരുടെ വഴക്ക് മാറ്റിയത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് ധൈര്യമായിട്ട് പോകാം. താങ്ക് യു നീലി ചേച്ചി. പക്ഷെ ഞങ്ങളുടെ കൂടെ രണ്ടാൾക്കാർ കൂടി ഉണ്ട്. ആ രണ്ടു കുട്ടികളെയും ഞാൻ പോയി രക്ഷിക്കാം. അവരെ രക്ഷിക്കാന്നോ? അപ്പൊ അവരെന്ത് പ്രശ്നത്തിലാണല്ലേ ഉള്ളേ? ഇപ്പോൾ അതെ, പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അവർക്കൊന്നും പറ്റില്ല. ഞാൻ ആ ഭൂതങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഭൂതങ്ങളോ?